ഇവൻ അങ്ങടെ ഈ ബാണം വിട്ട പോലെ ഓടണം. ആരുടെയെങ്കിലും മുണ്ടരിക്കാനാവും. ഈശ്വര, അവൻ പഞ്ചവർണ്ണത്തിന്റെ മുണ്ടു പറിക്കാൻ പോകും. വെറുതെ കൊതിപ്പിച്ച്. അല്ലേലും ഇവനൊന്നും ആവശ്യത്തിന് ഉപകരിക്കില്ല. എന്തായി കാണിക്കുന്നത്? നമുക്ക് അടി കോംപ്രമൈസ് ഇല്ല. അടിയിൽ ഒരു കോംപ്രമൈസ് ഇല്ല. ഈ വര കടന്നു വന്നവരാരും അമ്മയെ കണ്ട് വരച്ചിട്ടില്ലടാ. ഈ റൗഡി ഭാസ്കര പുലിയാടാ, പുലി. ഭാസ്കരൻ മുണ്ട് മടക്കി കുത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ചോരപ്പുഴ ഒഴുകൂടാ. നമുക്ക് കോംപ്രമൈസ് ചെയ്യാം. അടിയിൽ കോംപ്രമൈസ് ഇല്ല ചേട്ടാ. എന്റെ അടിയിൽ കോംപ്രമൈസ് ഇല്ലെന്നാ പറഞ്ഞത്. എന്താണ് അച്ഛാ ഇത് കണ്ട? എന്താ ഗോപി? ചെക്കനെ മര്യാദക്ക് വളർത്തിയില്ലല്ലോ, നാട്ടുകാരെ തല്ലുണ്ടു ചാവും. എന്താ ഉണ്ണി, എന്താ ഒരു പറയണേ? കുരുത്തക്കേടായിട്ട് ഒപ്പിച്ചു വന്നിട്ട് കൂസലില്ലാതെ നിക്കണമില്ലേ? നാട്ടുകാർക്ക് മുണ്ടെടുത്തോണ്ട് നടക്കാൻ പറ്റില്ല അച്ഛാ. ഇവിടെ മനുഷ്യർക്ക് നാണോ മാനായിട്ട് ജീവിക്കണം. ഇവനെ പിടിച്ചു പോലെ ചങ്ങലേന്ന്. ഞാനിത് എങ്ങനെയാണോ സഹിക്കുക? ഈ വീടിന്റെ മുറ്റത്ത് വന്നിരുന്ന ഒരുത്തർ ഇത്ര കർക്കശമായിട്ട് സംസാരിച്ചിട്ടില്ല. അപ്പൊ സ്വന്തം മോനെ നാട്ടുകാർ കരുതി പിടിച്ച് തള്ളുകയെന്ന് വെച്ചാൽ ഉണ്ണി അച്ഛനെ കരുതി തള്ളി. ഒന്നുമില്ല. പാവത്തിന് അടിക്കരുത്, പറയുന്നത് കേൾക്കൂ. അടിക്കരുത്. വേണ്ടായിരുന്നു, ഇവനെ കണ്ടു കിട്ടണ്ടായിരുന്നു. ഒന്നും മനഃപൂർവ്വമല്ലല്ലോ മാഷെ. ഉണ്ണിയേട്ടന്റെ അസുഖമല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നെ? എന്തിനാ ഇങ്ങോട്ട് പോന്നേ? അവിടെ തന്നെ കിടക്കായിരുന്നില്ലേ തമ്പുരാട്ടിക്ക്? അങ്ങനെ ഒരു ആവശ്യം വന്നാ ചിലപ്പോ കിടക്കേണ്ടി വരും. അത്രയ്ക്ക് കടപ്പാടുണ്ടാ വീട്ടിനോട് എനിക്ക്. അതായത് നിനക്ക് അവിടെ പോവാണ്ടിരിക്കാൻ പറ്റില്ലാന്ന്. ദേ, അതെ, നീ എന്റെ പെണ്ണ, എന്റെ കൂടെ പുറക്കേണ്ടവളു. അപ്പൊ ഞാൻ പറയുന്ന അനുസരിക്കേണ്ടി വരും. അങ്ങനെ ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. അമ്മോ, നീ അകത്ത് പോ. തമാശ പറയല്ലേ? നീ എന്റെ പെണ്ണാണെന്നുള്ളത് നാട്ടുകാരെ അറിയിക്കേണ്ട കാര്യം എനിക്കില്ല. എന്നാലും നാട്ടുകാർ കാണുക എനിക്ക് താലി കെട്ടണം. അതിനെന്നെ കൊണ്ടായില്ലെങ്കിൽ ചാവണതാ ഭേദം, അല്ലെങ്കിൽ നിന്നെ കൊല്ലണം.
അച്ഛാ കൈ ആ ആ. അച്ഛൻ തല്ലിയത് മോന് വല്ലാതെ നൊന്തോ? അമ്മ പറഞ്ഞല്ല അച്ഛൻ തല്ലിയത് ഞാൻ നന്നാവാൻ വേണ്ടിട്ടാണ്. ഞാൻ നന്നായി അച്ഛാ. അച്ഛൻ എന്തിനാ കരയണേ? ഏയ്, എന്നെ ഇഷ്ടായില്ലെങ്കി എവിടെയെങ്കിലും കൊണ്ടേ കളഞ്ഞേക്ക്. എന്താ ഉണ്ണി ഇങ്ങനൊക്കെ പറയണേ? ഇവിടെ ആർക്കാ നിന്നെ ഇഷ്ടല്ലാത്തെ? എല്ലാവർക്കും എന്നെ ഇഷ്ടാണോ? പിന്നെ അച്ഛൻ എന്നെ ഇഷ്ടാണോ? അതെ, സത്യം? സത്യം. എന്നെ എന്നെ പുറത്തു വിടുവോ? എന്തിനാ? വികൃതി കാണിക്കാനാ? പിന്നെ എന്തിനാ ഇപ്പൊ പുറത്തു പോണേ? എന്റെ കഴുത്തെ പിടിച്ച് തള്ളിക്കൊണ്ടെന്നില്ലേ? ആര്? ഗോപിക്കുട്ടനോ? ആ, ആ, അവന്റെ മുണ്ട എനിക്ക് പറിക്കണം. എന്നെ അനുഗ്രഹിക്കൂ അച്ഛാ. എന്നെ പുറത്തു വിടൂ, പുറത്തു വിടൂ അച്ഛാ. ഗോപിക്കുട്ടരെ ശരിയാക്കണം. അയ്യോ എന്താ എന്താ ഇത്? ഒരു ക്യൂ പാലിച്ച എല്ലാവരും ഇങ്ങനെ കൂടി ഇന്ന് ഞാൻ എന്താ ചെയ്യുക? രാഘവ, എന്താ മുതലാളി? നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുതലാളി എന്ന് വിളിക്കരുതെന്ന്. നീ എന്നെ സാറേ എന്ന് വിളിച്ചാ മതി. നീ പോയി സാറിന് ചായ മേടിച്ചുണ്ടാ ചെല്ല്. കൃഷ്ണൻകുട്ടി, ആ? 4 ദിവസവും ഞാൻ തുണി കൊടുത്തിട്ട് ആ. ഇതുവരെ തയ്ച്ചു കിട്ടിയിട്ടില്ല. ഞാൻ കൊടുത്തിട്ട് 7 ദിവസമായി. നിങ്ങൾ ഇങ്ങനെ എല്ലാരും കൂടി ബഹളം വെച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ? തുണി ഇങ്ങനെ വെറുതെ കൂട്ടി തന്നാ മതിയാ? നല്ല ഉറപ്പ് വേണ്ടേ? അതിന് സമയം എടുക്കും. ഗ്യാരണ്ടി ഉള്ള സ്റ്റിച്ചിങ് ഇവിടെ. ഗ്യാരണ്ടിയോ? അതെ, 6 മാസത്തെ ഗ്യാരണ്ടി. 6 മാസം കഴിഞ്ഞാലോ? ഗ്യാരണ്ടി കഴിഞ്ഞു. ഡാ കൃഷ്ണൻകുട്ടി, ആ എനിക്കും അടിക്കണ 2 പാന്റ്. ഓ, ഭാസ്കരേട്ടനും കൂടി പാന്റ് എടുക്കുമ്പം നമ്മുടെ ഗ്രാമം പാൻസിന്റെ കാര്യത്തിൽ സമ്പൂർണ്ണ സാക്ഷരത നേടും. ഇതെന്താടാ പാന്റ് നീ വാടകയ്ക്കും കൊടുത്തു? അതെ, അടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് ആരെങ്കിലും കല്യാണം മറ്റോ വിളിക്കാനായിട്ട് മുണ്ടെടുത്ത് വന്നാല് ഇവിടുന്ന് പാന്റ് എടുത്ത് അവർക്ക് അപമാന ഭീതി ഇല്ലാതെ നടക്കാം. മണിക്കൂറിന് 10 രൂപ 75 പൈസ. എന്താടാ 75 അത് അലവൻസ് ആണ്, വാഷിംഗ് അലവൻസ്. ആ, നീ കൊറേ നേടുന്നുണ്ടല്ലോ. ഇത് റോൾഡ് ഗോൾഡാ. അളവെടുക്കട്ടെ? ആ, നിക്ക്. നിക്കല്ലേ? ഒരു പാന്റ് അടിക്കാൻ എന്താടാ കൂലി? കൂലിയല്ല, ഫീസ് 150 രൂപ ഉള്ളൂ. 150 രൂപയെ? ഞാൻ ഒരു 50 രൂപ വരും. അയ്യോ, 50 രൂപ ട്രൗസർ അടിക്കാനേ പറ്റുള്ളൂ. ട്രൗസർ മതി. ആ, എന്നാ അളവെടുക്കട്ടെ? ഇതെന്താ ഇത്? ട്രൗസർ ആകുമ്പോ വള്ളി വേണ്ടേ? പള്ളി വേണ്ട, പള്ളിക്കുള്ള തുണി തികയില്ല. ആണോ? അപ്പൊ ഇവിടെ നിന്ന് എടുക്കാം അല്ലേ? അയച്ചിരി മേലെ, ഇറക്കം ഇത് മതി. അയച്ചിരി എടുത്താ. അരയിഞ്ച്. അല്ല, ആ ചെരുപ്പ് വരെ ഇരുന്നോട്ടെ. ചെരിപ്പ് വരെ അല്ലേ? അല്ല, ചെരിപ്പ് വരാകുമ്പോ അത് പാന്റ് ആവൂലേ? പാന്റ് വേണ്ട, ട്രൗസർ. ചെരുപ്പ് വരെ നീളമുള്ള ട്രൗസർ. എന്നാലും ഈ ഇറക്കം കൂടാൻ നേരത്ത് 2 മതി. പാന്റ് എന്താടാ? ഒന്നുമില്ല. അതെ, ഇന്നീ എന്നാ ഞങ്ങൾക്ക് ട്രൗസർ മതി. അയ്യടാ, ട്രൗസർ എടുക്കാൻ പറ്റിയ ഒരു പ്രായം. തനക്ക് തുണി ഇല്ലാതെ നടന്നാ മതി. പണ്ടാരും ചെയ്യും. ഞാൻ പച്ച തുണിയാ കൊടുത്തത്. ഞാൻ നീലയാ കൊടുത്തത്. ഞങ്ങളെ കാല് തിരിഞ്ഞു പോയി. തല തിരിഞ്ഞു പോയെന്ന് കേട്ടിട്ടുണ്ട്. കാല തിരിഞ്ഞു പോയെന്ന് ആദ്യമായിട്ട് കേൾക്കുക. പല ഡോക്ടറെ കൂടെ കാണിക്കണോ? ഡോക്ടറെ കാണേണ്ട നീ ആയിരിക്കും. ഞങ്ങളുടെ കാലും മര്യാദക്ക് മാറ്റി വെച്ചതാ. എവിടെ മാറിപ്പോയെന്നാണ് ഈ പറയണത്? തന്റെ പാന്റിന്റെ കളർ എന്താ? നീല. ഇങ്ങനെ നീങ്ങിന്നേ. ഇത് നീലയായില്ലേ? തനിപ്പുറത്ത് വന്നേ. പുറത്ത് വാടോ. വെളിച്ചപ്പാടിന്റെ പാന്റിന്റെ കളർ എന്താ? പച്ച. പച്ചയല്ലേ 2 കാലും? എന്താ പറയണം? നടക്കുമ്പോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താ പോരെ? ശരിയാ. പോ ചെല്ല്.